എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ഫാൻസി ഐറ്റംസ് കാണാം. മാലയും കമ്മലും ആണ് ഇന്ന് പ്രധാനമായിട്ട് കാണിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. കാണിക്കുന്ന കമ്മൽ ഇതുപോലെ കാതില് ഒരു കല്ലാണ് ഇരിക്കുക. അതിന്റെ ചുറ്റും ഇങ്ങനെ റൗണ്ടിൽ ചെറിയ ചെറിയ മുത്തുകളാണ് വന്നിരിക്കുന്നത്. സെന്ററിൽ വന്നിരിക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയൊരു മുത്ത്. ആദ്യത്തത് സിൽവറിൽ വന്നിരിക്കുന്നത്, പിന്നത്തത് ഗോൾഡനിൽ വന്നിരിക്കുന്ന കമ്മലുകളാണ്. നല്ല ഭംഗിയുള്ള കമ്മലാണ്. കാതിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, കണ്ടോ? കാതിലിടുമ്പോ ഇതുപോലെയാണ് ഇരിക്കുക. നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഇതൊക്കെ. ഇപ്പോഴത്തെ ട്രെൻഡ് കമ്മലുകളാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇതില് ഒരു ജോഡിക്ക് വരുന്നത് 75 രൂപ. ഇനി അടുത്തത് കാണുന്നത് നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്മലുകളാണ്. അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ ഇത് ഫുൾ ഒരു റിംഗ് ആണെന്ന് തോന്നും, പക്ഷെ ഇത് ഫുൾ ആയിട്ടില്ല. അതെ, ഒരു 3/4 വരെയുള്ളൂ. ഇത്ര സ്പേസ് ബാക്കിൽ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ റിംഗ് ഇട്ടിരിക്കുന്നത് പോലെയാണ് തോന്നുക. ഇത് കണ്ട ഒരെണ്ണം ഒരു സിൽവർ കളറിലുള്ള കൊച്ചു കൊച്ചു ഫ്ലവേഴ്സും സെന്ററിൽ ഓരോ മുത്ത്. പിന്നത്തേതാവുമ്പോ ഒരു ബീച്ച് കളറിലുള്ള ഓരോ ഫ്ലവറും കുഞ്ഞു കുഞ്ഞു ഓരോ മുത്തുകളാണ് ഓരോന്നിൽ വന്നിരിക്കുന്നത്. കണ്ടോ? നല്ല ഭംഗിയുള്ള റിംഗ് ആണ്. ഇപ്പൊ നല്ല ട്രെൻഡിൽ പോകുന്ന ഒരു കമ്മലാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 85. ഇനി അടുത്തത് കാണിക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലത്തെ തന്നെ റിംഗ് ആണ്. പക്ഷെ ഇതിലത്തെ ഡിസൈൻ വ്യത്യാസം. ഇതിലൊക്കെ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലിന്റെ കല്ലുകളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. കണ്ട, ആദ്യത്തെ സെക്ഷൻ കാണുന്നത് സിൽവറിലാണ് വന്നിരിക്കുന്നത്, പിന്നത്തെ സെക്ഷൻ ഗോൾഡൻ കളറിലാണ് ബേസ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 110. ഈ കല്ലുകളുണ്ടല്ലോ, ഞാൻ മുമ്പ് ഒരിക്കൽ ഫാൻസി കാണിച്ചപ്പോ തലമുടിയും ഇടുന്ന ബാൻഡുകൾ കാണിച്ചു തരുന്നു, ഇങ്ങനെ നല്ല തിളക്കമുള്ള കല്ലുകൾ. അതുപോലത്തെ കല്ലുകളാണ് ഈ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കമ്മലാണ്, നല്ല ട്രെൻഡാണ് ഇപ്പോഴത്തെ. ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് 110. ഇതെന്ന് പറയുന്നത് വീണ്ടും ഇതും റിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. 3/4 വരെയാണ് റിങ് വരുന്നത്. പിന്നെ കുറച്ച് സ്പേസ് ഇതുപോലെ വിട്ടിട്ടാണ് ഇരിക്കുക. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു റിങ് ഇട്ടതുപോലെ തന്നെയാണ് തോന്നുക. ഇതിൽ നിറച്ച് കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ് ഇരിക്കുന്നത്. എല്ലാത്തിലും ഒരു സെക്ഷൻ സിൽവർ ആണ് ബേസ്, ഒരു സെക്ഷൻ ഗോൾഡിലാണ് ബേസ് വന്നിരിക്കുന്നത്. ഇതില് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് 60 രൂപ. ഇനി അടുത്തത് കാണിക്കുന്നതും അതുപോലത്തെ തന്നെ ഇതും പണ്ടൊക്കെ നമ്മൾ എന്താ പറയാ, തോട ഇടാന്ന് പറയില്ലേ, അതുപോലത്തെ. ഇതും അത് 2 കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് പകുതി വരെയാണുള്ളൂ, കണ്ടോ? ബാക്ക് സൈഡ് പകുതി വരെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ ഓരോന്നിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 85 രൂപ. ഇതിലും അതെ, ഒരെണ്ണം ഒരു ഗോൾഡനും ബീജൊക്കെ കലർന്ന ഒരു ഷെയ്ഡ് പോലെയാണ് വരിക. ഇതില് സിൽവർ ആണ് വരുന്നത്. സിൽവർ ബേസിൽ വരുന്ന ഇതൊരു തരം കല്ലാണിത് കേട്ടോ. അതിന്റെ ഒരു കളറാണ്, കളർ വ്യത്യാസമാണ് ഈ 2 സെക്ഷനിൽ കാണുന്നത്. ഇതില് ഓരോ ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് 85. ഇനി അടുത്തത് കാണിക്കുന്നതും ഇതുപോലെ തന്നെ ബാക്ക് സൈഡ് പകുതിയല്ല, പകുതിയേക്കാൾ കുറച്ചുകൂടി ഉണ്ട്, എന്നാൽ മുക്കാൽ ഭാഗമില്ല. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു റിങ് പോലെ ഇട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് തോന്നുക. ഇതിൽ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ 2 സൈഡിൽ, സെന്ററിൽ വന്നിരിക്കുന്നത് കല്ലാണ്. ഇത്രയും ഈ റിങ്ങുകളുടെ കളക്ഷൻ ഞാൻ കാണിക്കാൻ കാരണം ഇതിപ്പോ ഭയങ്കര ട്രെൻഡായിട്ട് കുട്ടികളും വലിയവരും എല്ലാവരും ഉപയോഗിക്കുന്ന കമ്മലുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈപ്പ് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഇതിലും ഓരോന്നിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 85 രൂപ. നെക്സ്റ്റ് കമ്മൽ എന്ന് പറയുന്നത് ഇതുപോലെ കൊളുത്തിടുന്ന കമ്മലാണ്. ഒരു കലങ്കാരി പ്രിന്റ് പോലെയാണ് ഇതിലത്തെ ഓരോ ജിമിക്കേമിയും വന്നേക്കണത്. കണ്ടോ? ഇത്രയ്ക്ക് ഷെയ്ഡാണ് ഇതിലുള്ളത്. ഇത് ഓരോ സെറ്റിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 85 രൂപ. അപ്പൊ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടിക്കിട്ട് വെച്ചാൽ മതി. അപ്പൊ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഇത്രയും ഷെയ്ഡുകളാണ് ഇതിലുള്ളത്. ഒരു പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ്, യെല്ലോ, കോഫി ബ്രൗൺ, ഒരു ഓറഞ്ചിന്റെ ഒരു ഷെയ്ഡ്, ലാവൻഡറിന്റെ ഷെയ്ഡ്, ഗ്രീൻ, പിന്നെ റെഡ്, ബ്ലൂ, അങ്ങനെ. ഇതില് ഓരോ സെറ്റിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 85 രൂപ. ഇനി ഇങ്ങനത്തെ തന്നെ കൊട്ടക്കമ്മലില് വരുന്ന ഒരു സെക്ഷൻ അടുത്തത്. വീണ്ടും ഇതും ഇങ്ങനെ ഒരു കലങ്കാരി പ്രിന്റ് പോലെ ഓരോ ഫ്ലവറും ലീഫുമാണ് ഇതിലിങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കമ്മലും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ ഒരു കൊട്ടയാണ് ഉള്ളൂ, ഇതില് 2 കൊട്ടയാണ്. കണ്ടോ? 2 കൊട്ടകളാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ 2 എണ്ണമാണ്. എന്നിട്ടാണ് ബീഡ്സ് ഹാങ് ചെയ്ത് കിടക്കുന്നത്.
അപ്പൊ ഇതൊക്കെ ഇങ്ങനെ രണ്ട് കൊട്ടയൊക്കെ കാണുന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇല്ല കേട്ടോ. ഇതെല്ലാം വെയിറ്റ്ലെസ് ആയിട്ടുള്ള കമ്മലുകളാണ്. ഇതും നല്ല ഭംഗിയുള്ള നല്ല ട്രെൻഡിൽ പോകുന്ന കമ്മലാണ്. ഇതില് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് 140. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് മാലകളാണ് കേട്ടോ. ഇപ്പൊ നല്ല ട്രെൻഡിൽ പോകുന്ന ഈ കോളേജിൽ പോകുന്ന കുട്ടികൾ, അതുപോലെ ടീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മാലയാണ് ഈ ചരട് മാല എന്ന് പറയുന്നത്. ഇതിന് ഭയങ്കര മൂവിങ് ആണ് ഇപ്പൊ. അപ്പൊ ഇതുപോലെ കറുത്ത ചരടില് ഇങ്ങനെ ഒരു പെൻഡന്റ് ആണ്, കണ്ടോ? ഇതാ ഒരു സൺഫ്ലവർ പോലെ, സൂര്യകാന്തി പോലെയുള്ള ഒരു ഡിസൈൻ. അപ്പൊ ഇത് ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് 90 രൂപയാണ്. അപ്പൊ ഇത് സിൽവറിലാണ് വന്നിരിക്കുന്നത്, സിൽവറില് ബ്ലാക്ക് മെറ്റല്. ഇത് വേറൊരു ഡിസൈൻ ആണ്, പെൻഡന്റിന്റെ ഡിസൈൻ മാത്രമാണ് വ്യത്യാസമുള്ളത്, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പൊ ഇത് വേറൊരു ഡിസൈൻ, ഇതും 90 രൂപ തന്നെ. അടുത്തത് വരുന്നത് എന്താ ഇതുപോലെയാണ് അടുത്തതിന്റെ ഡിസൈൻ വരുന്നത്, ഇതും 90 രൂപ. അടുത്തതിന്റെ ഡിസൈൻ വരുന്നത് ഇതാ ഇതുപോലെ. ഇതില് രണ്ടിലും എങ്ങനെ മണികൾ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിലും രണ്ട് പെൻഡന്റിന്റെയും കുറച്ച് ചെറുതായിട്ട് ഒരു ഡിസൈൻ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയും കളറ്, ഇത്രയും ഡിസൈനുകളാണ് ഇങ്ങനെ ഈ സിൽവർ വിത്ത് ബ്ലാക്ക് മെറ്റലിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഓരോന്നിന്റെ പീസ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് 90 രൂപ. ഇനി ഇത് തന്നെ ഇങ്ങനത്തെ ചരടുമാല തന്നെ ഇതാ ഇതുപോലെ ഗോൾഡൻ ആന്റിക്കും ബ്ലാക്ക് മെറ്റലും കൂടി കലർന്ന ഷെയ്ഡിലാണ് അടുത്തത് വരുന്നത്. അതില് ഒരു പെൻഡന്റിന്റെ ഡിസൈൻ ഇതുപോലെ, പിന്നത്തെ ഒരു പെൻഡന്റ് ഇതാ ഇതുപോലെയാണ്, പിന്നെ വന്നിരിക്കുന്ന ഒരു പെൻഡന്റ് ഇതാ ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ, നിറച്ച് ഫ്ലവർ പോലെ. പിന്നത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇത്. അപ്പൊ ഇങ്ങനെ 4 ഡിസൈനിലാണ് ഈ ചരട് മാലയില് ആന്റിക് വിത്ത് ബ്ലാക്ക് മെറ്റല് പെൻഡന്റുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 90 രൂപ. മാല എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു തരം ഈ കല്ലിന്റെ മാലകളാണ്. അപ്പം ഈ വേറൊരു ടൈപ്പ് മാല ഞാൻ മുമ്പ് ഇങ്ങനത്തെ കാണിച്ചായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനുള്ളത്, ഇതില് ഇടയില് ഓരോ കുറച്ച് വലിപ്പമുള്ള ഓരോ കട്ടകൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഞാൻ കാണിച്ചതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഫുൾ ഇതുപോലത്തെ തന്നെയായിരുന്നു ഫുൾ ആയിട്ട് വന്നിരുന്ന ഡിസൈൻ. അപ്പൊ ഇതില് ഇപ്പൊ ആദ്യം ഇത് എന്തുമാത്രം ലെങ്ത് ഉണ്ടെന്നോ, ഇത് ഒരുപാട് ലെങ്ത് ഉള്ളതല്ല കേട്ടോ. കഴുത്തിൽ ഇങ്ങനെ ചുറ്റിക്കെടുക്കും, അതല്ലാതെ നമ്മുടെ ബ്ലൗസിന്റെ നെക്ക് വരെ ഉണ്ടാവില്ല, റൗണ്ടില് കിടക്കുന്ന മാലയാണ്. പക്ഷെ ഈ മാലകളൊക്കെ ഇപ്പം നല്ല ട്രെൻഡിൽ പോകുന്ന മാലയാണ്. സാരിയുടെ കളർ അനുസരിച്ച് ഇങ്ങനത്തെ ഓരോ മാലകളൊക്കെയാണ് ഇപ്പൊ ഫംഗ്ഷന് പോലും പോകുമ്പോൾ എല്ലാവരും ഇടുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ മാലകൾ ഞാൻ എടുത്തിട്ട് വരാൻ കാരണം. അപ്പൊ ആദ്യം കാണിച്ചത് ഒരു ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ആണ്. പിന്നെ വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ്, കണ്ടോ? ഇതാണ് പിന്നത്തെ ഷെയ്ഡ്. ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഷെയ്ഡാണ്. ഇനി പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് ഇതുപോലെയാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് പെട്ടെന്ന് കാണുമ്പോ സെയിം ആണെന്ന് തോന്നും. ഇതിന്റെ ഈ ഇടയിലത്തെ ബോൾ ഇല്ലേ, അതിന് മാത്രമാണ് കളറിന് വ്യത്യാസം വരുന്നത്. ഇതൊന്നും ഒരുപാട് നീളമുള്ള മാലകളല്ല, നമ്മളുടെ കഴുത്തില് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുന്ന തരം മാലയാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ നല്ല ട്രെൻഡിൽ പോകുന്ന ഒരു മാലകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനത്തെ മാലകൾ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഇതില് ഒരു മാലയുടെ റേറ്റ് വരുന്നത് 450. മാല എന്ന് പറയുന്നത് നോക്ക്, ഇത് ഞാൻ ഹെയർ ബാൻഡുമേ തലമുടിയിൽ ഇടുന്ന ബാൻഡുകൾ കാണിച്ചപ്പോ അതില് ഇങ്ങനത്തെ ഒരു കല്ല് വന്നിട്ടുള്ളൊരു ബാൻഡ് ഞാൻ കാണിച്ചായിരുന്നു. ഭയങ്കര എൻക്വയറി ആയിരുന്നു അങ്ങനത്തെ ആ ബാൻഡിന്. അപ്പൊ അതുപോലത്തെ ആ കല്ല് വന്നിട്ടുള്ള മാലയാണിത്. ഇത് കണ്ടോ? ഇതും അതെ ഇറക്കത്തിൽ കിടക്കുന്ന മാലയല്ല, നമ്മുടെ കഴുത്തിന് ചുറ്റും മാത്രം കിടക്കുന്ന ഒരു മാലയാണ്. അതല്ലാതെ ബ്ലൗസിന്റെ നെക്ക് വരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ആയിരിക്കും ഈ മാല കിടക്കുക. അപ്പൊ നല്ല ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലുകൾക്കാണ് അതിന്റെ പ്രത്യേകത. നല്ലൊരു ഗ്ലിറ്ററിങ് ഉള്ള ഒരു കല്ലാണ്. നിങ്ങൾക്ക് കാണുമ്പോ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ലേ, ആ കല്ല് ഓരോ കല്ലിലും ഒരു റെയിൻബോ കളർ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഓരോ മൂവ്മെന്റിലാണ് ആ കളറുകൾ അങ്ങനെ വരുന്നത്. നല്ല കാണുമ്പോ അത് വെള്ള പോലെ തോന്നിയാലും ഇത് നല്ല ഗ്ലിറ്ററിങ് ഉള്ള ഒരു കല്ലാണ്. അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് 280.
അടുത്തൊരു മാല എന്ന് പറയുന്നത് നോക്കൂ, ഇതില് ഈ ബീഡ്സ് ആണ്. ബീഡിന്റെ മുത്തിന്റെ കളറ് ഒരെണ്ണം ക്രീം, ഒരെണ്ണം ഒരു ഗ്രേ, പിന്നെ ഒരെണ്ണം ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ്. ഇതിന്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ കല്ലുകൊണ്ടുള്ള ഓരോ ബോൾസും ആണ് കിടക്കുന്നത്. ഇത് ഇതാ, ഇതിന് കുറച്ചുകൂടി നീളം ഇത്രയ്ക്കും കണ്ണി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കഴുത്തില് വട്ടം പോലെ കിടക്കണ്ട, കുറച്ച് ഇറങ്ങി കിടക്കണം എന്ന് വെച്ചാൽ ഇത്രയും കണ്ണികൾ ഇതില് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ? പക്ഷെ ഈ മാല ഇതൊക്കെ നല്ല മൂവിങ്ങിൽ പോകുന്ന മാലകളാണ്. ഈ മാല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആ ക്വാളിറ്റിയും ഭംഗിയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതും നമുക്ക് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 300 രൂപ. മാല വന്നിരിക്കുന്നത് കണ്ടോ, ഇതാ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഓരോരോ ഇങ്ങനത്തെ കല്ലുകളും, പിന്നെ ഇതിന്റെ ഇടയിൽ വന്നിരിക്കുന്നത് മുത്തുകളാണ്. ആ മുത്തിന് എന്താ പറയാ, നല്ലൊരു തിളക്കമുള്ളൊരു മുത്താണ്. അതുപോലെ ഈ കല്ലുകളൊക്കെ കണ്ടോ, ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇതിന്റെ ഈ കല്ലുകൾ. ഒരു ഗ്ലേസിങ് കണ്ടോ. ഇതും അത് നമുക്ക് ഇതുപോലെ ഓരോ പരിപാടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന തരം മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ഇത് ഇങ്ങനെയാണ്. ഇതും അത് ഒരുപാട് നീളത്തിലൊന്നും കിട്ടില്ല. മാക്സിമം വന്ന ബ്ലൗസിന്റെ നെക്ക് വരെ. ഇതിനും ഇതിൽ ആഡ് ചെയ്യാനായിട്ടുള്ള കണ്ണികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് ലെങ്ത് കൂട്ടാനായിട്ട്. അപ്പോ ഇതുപോലെയാണ് ഈ മാല ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 200 രൂപ. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് ഇത് സാൻഡ് സ്റ്റോണിന്റെ മാലയാണ്. ഇങ്ങനത്തെ ഇത് തന്നെ മെറ്റീരിയല്, ഇതൊരു ജെംസിന്റെ ഷേപ്പിൽ ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു വേറൊരു മാല. അത് കഴുത്തിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുന്ന മാലയാണ്, നീളത്തിലുള്ള മാല അല്ലായിരുന്നു. ഇത് കുറച്ചും കൂടി നല്ല നീളത്തില് ഇറങ്ങി കിടക്കുന്ന മാലയാണ്. ഇപ്പൊ ഇത് ഒരു ലെയറേ ഉള്ളൂ കേട്ടോ, കണ്ട ഇതുപോലെ ഇറങ്ങി കിടക്കുന്ന മാലയാണ്. അപ്പൊ കുറെ പേർക്ക് സാരി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇറക്കം വേണം മാലയ്ക്ക് എന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാലയാണിത്. ഇത് കുറച്ച് ഇറക്കത്തിൽ കിടക്കുന്ന മാലയാണ്. അപ്പൊ ഇതിന്റെ ഈ ഗ്ലിറ്ററിങ് ഒന്നും പോവില്ല കേട്ടോ. ഇതും ഒരു ഷൈനിങ് കണ്ടോ, ആ ഗ്ലിറ്ററിങ് ഒന്നും പോകുന്നതല്ല. പക്ഷെ ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഈ ലെവലിൽ നിന്നൊക്കെ താഴത്തേക്ക് വീണാല് ഈ കല്ലുകൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് കെയർ ചെയ്ത് ഇത് ഉപയോഗിക്കണം, താഴെ വീഴരുത്. പക്ഷെ ഇതിന്റെ ഗ്ലിറ്ററിങ് ഒന്നും പോവാത്തതാണ്. ഇത് ഒറിജിനൽ സാൻഡ് സ്റ്റോണിന്റെ മാലയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 550. മാല എന്ന് പറയുന്നത് ഇത് ഒട്ടും വെയിറ്റ് ഇല്ല. ഇതിന്റെ ഒരു തിളക്കം കണ്ടോ, ഇത് കാണുമ്പോ ഇതില് ഈ ക്രീം കളറ് മാലയ്ക്ക് മാത്രമാണ് അങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്ലിറ്ററിങ് ഇല്ലാത്തത്. ബാക്കി ഈ കളർ മാലകളില്ലേ, ഇപ്പൊ ഇതൊക്കെ പിടിക്കുമ്പോ നോക്ക്, ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ആ ഒരു തിളക്കം. ഈ തിളക്കം ഒന്നും പോവാത്ത തിളക്കങ്ങളാണ്, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത മാലയാണ് ഇത്. ഇതും ഒരുപാട് ലെങ്ത് ഉണ്ടാവില്ല കേട്ടോ. അതെ, ഇങ്ങനെ കിടക്കും, കഴുത്തിന് ചുറ്റും റൗണ്ട് ചെയ്ത് കിടക്കുന്ന തരം മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280. അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്, പിന്നെ ഒരു കരിമ്പച്ച, പിന്നെ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ്, പിന്നെ ക്രീം കളർ. ഇത്രയും കളറുകളിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 280. നെക്സ്റ്റ് കാണിക്കുന്ന മാല ഇതാ, വളരെ സിമ്പിൾ ആണ്. ഒരു ചെറിയ ചെറിയ ബട്ടർഫ്ലൈ ഇങ്ങനെ പല കളറുകളിൽ കണ്ടോ, ഒരു പിങ്ക് ഷെയ്ഡ്, ഗോൾഡൻ ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ്, അങ്ങനെ പല പല കളറിലുള്ള ഒരു ചെറിയ ചെറിയ ബട്ടർഫ്ലൈ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ പെൻഡന്റ് വരുന്നത് ഇതുപോലെയാണ്. ഒരു റൗണ്ട് ഷേപ്പ്, ഫുള്ളും ഔട്ട് സൈഡില് വൈറ്റ് സ്റ്റോൺ ആണ്. ഇതില് ഒരു ബീഡ് ഹാങ് ചെയ്ത് കിടക്കുന്നു. ഇത് ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കാണിക്കാട്ടോ. കണ്ടോ, ഇത് നീളമുള്ള മാലയാണ്. ഞാനത് ഇട്ട് കാണിക്കാം. ഇത്രയ്ക്കും നീളത്തിൽ കിടക്കുന്ന ഇതിന്റെ ബാക്കില് ചെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് നീളത്തിൽ ഇടേണ്ടവർക്ക് നീളത്തിൽ ഇടാം, അതല്ല നീളം കുറച്ച് ഇട്ടാൽ മതി എന്നുള്ളവർക്ക് ഇതുപോലെ കയറ്റിയിടാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ്. റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന മാലയാണ്, സിമ്പിൾ മാലയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാലയാണ്. അപ്പൊ ഇത്രയ്ക്ക് ലെങ്ത്തിലാണ് ഇത് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ഇതില് കമ്മല് കൂടി ഉണ്ട് കേട്ടോ. ഇതിന്റെ കമ്മലാണ് ഇതിങ്ങനെ ഈ ഒരു പേളിന്റെ മുത്തായിട്ടുള്ള ഒരു കമ്മല്. ഇപ്പം ഇനി ഞാൻ ഇതിന്റെ വേറെ ഡിഫറെന്റ് ഷെയ്ഡ് എന്ന് ഷെയ്ഡ് അല്ല, ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന ബീഡ് ഉണ്ടല്ലോ,
ഇത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഞാനത് ചെപ്പിന്ന് എടുക്കുന്നില്ല കേട്ടോ, ചെപ്പിൽ വെച്ച് തന്നെ കാണിക്കാം. കണ്ടോ, ഡിസൈനും പാറ്റേണും എല്ലാം സെയിം തന്നെ. ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന ഈ ബോൾ, ഇപ്പൊ ഇതൊരു റെഡും മെറൂണും കൂടി മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. അടുത്തതിൽ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ്, ഇതെന്ന് പറഞ്ഞാൽ പൗഡർ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിനും കമ്മലുണ്ട് കേട്ടോ, 2 ചെറിയ കമ്മല് പേളിന്റെ മുത്തായിട്ട്. പിന്നെ വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഇതിൽ വന്നിരിക്കുന്ന ബീഡ്. പിന്നെ വന്നിരിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് നീളം കൂട്ടി നീളം കുറച്ചും ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. ഈ ചെറുത് കാണുന്നതൊക്കെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പാണ് കേട്ടോ. ഇതുപോലെയാണ് റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന മാലയാണ്. ഈ മാലയുടെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ, 200 റുപ്പീസ്. നെക്സ്റ്റ് ഒരു മാല എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ച മാലയുടെ പോലത്തെ തന്നെ നല്ല നീളമുള്ള മാലകളാണ്. പക്ഷെ അതിന്റെ പാറ്റേൺ ഇതിൽ വ്യത്യാസമുണ്ട്. മറ്റേതിലെല്ലാം ബട്ടർഫ്ലൈ ആയിരുന്നു. ഇതില് ഇതുപോലെ പല കളറിലുള്ള പൗഡർ ബ്ലൂ ഷെയ്ഡ്, പൗഡർ ഗ്രീൻ, ബേബി പിങ്ക്, ഓഫ് വൈറ്റ്, അങ്ങനെയുള്ള കളറുകളിലുള്ള മുത്തുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതും റോസ് ഗോൾഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മാലയാണ്. ഇതിൽ ഇവിടെ എന്നിട്ടൊരു പൂക്കെട്ട്, പിന്നെ ഒരു റൗണ്ടിലൊക്കെ വൈറ്റ് കളർ സ്റ്റോൺ ആണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പൗഡർ ബേബി പിങ്ക് കളറിലുള്ള ഒരു ബീഡാണ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഇത് ഞാൻ ഇതുപോലെ വെച്ച് കാണിക്കാം കേട്ടോ. കണ്ടോ, ഇത്രയ്ക്ക് ലെങ്ത് ഈ മാലയ്ക്ക് വരുന്നുണ്ട്. അതായത് നമ്മളുടെ ബ്ലൗസിന്റെ ഫസ്റ്റ് കൊളുത്തല്ല, ഒരു 3ാമത്തെ കൊളുത്തിന്റെ അവിടെ വരെയൊക്കെ അത്രയ്ക്ക് നീളത്തിൽ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ഈ മാലയ്ക്കും ഇതുപോലെ കമ്മലുണ്ട് കേട്ടോ, സെയിം ആണ്. ഈ കാണിക്കുന്ന എല്ലാ മാലകളുടെയും കമ്മൽ ഇതുപോലെ ഒരു പേളിന്റെ മുത്ത് വെച്ചൊരു കമ്മലാണ്. എല്ലാ മാലകൾക്കും ആ കമ്മലുണ്ട്. മാലയ്ക്ക് മാത്രമാണ് പാറ്റേണിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് ഇത് റോസ് ഗോൾഡിൽ തന്നെ വന്നിരിക്കുന്ന മാലയാണ്. ഇതിന്റെ പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇതിപ്പോ റോസ് ഗോൾഡിന്റെ ചെയിൻ ഇങ്ങനെ വന്നിട്ട് ഒരു ചെറിയൊരു സ്റ്റോൺ ആണ്, കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോയില്. ഇത് ഒരു ഡാർക്ക് മെറൂൺ, ഇപ്പുറത്ത് വരുമ്പോ ഒരു ബ്ലൂ, പിന്നെ ഒരു റെഡിഷ് മെറൂൺ, പിന്നെ ബ്ലാക്ക്, അങ്ങനെയുള്ള ചെറിയ സ്റ്റോണുകളാണ് ഇതിൽ അവിടെയും ഇവിടെയും ചെയിന്റെ പിടിപ്പിച്ചിരിക്കുന്നത്. എൻഡിൽ വരുമ്പോ താഴെ വരുമ്പോ വളരെ ചെറിയ ഒരു പെൻഡന്റും, അതില് ആ പെൻഡന്റിലെല്ലാം നല്ല തിളക്കമുള്ള ഒരു സ്റ്റോൺ ആണ് കേട്ടോ. പിന്നെ അതിന്റെ സെന്ററിൽ ഒരു ഡയമണ്ടിന്റെ സെന്ററിൽ ഒരു പേളിന്റെ മുത്ത്. ഇതിന്റെ കമ്മല് മറ്റ് കമ്മലുകളുടെ അത്രയ്ക്കും വലിപ്പമില്ല, അതിനേക്കാൾ ചെറുതാണ്. കാരണം ഈ മാല അതിനേക്കാൾ ഡിസൈനിലൊക്കെ വലിപ്പം കുറവല്ല. അതുകൊണ്ട് അതിന്റെ കമ്മല് വന്നിരിക്കുന്നതും ചെറിയ പേള് വെച്ച ഒരു കമ്മലാണ്. ഇത് മറ്റേ മാലകളുടെ പോലെ തന്നെ കണ്ടോ, ഇതിൽ ചെയിൻ കിടക്കുന്നതുകൊണ്ടോ നല്ല നീളത്തില് മറ്റേ മാലകളുടെ പോലെ തന്നെ ലെങ്ത് ഉള്ളൊരു മാലയാണ്. നമുക്ക് നീളം കൂട്ടിയും കുറച്ചും ഇടാൻ പറ്റുന്ന മാലയാണ്. റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200. ഇനി അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പെൻഡന്റിന്റെ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. പെൻഡന്റിൽ വന്നിരിക്കുന്നത് സെന്ററിൽ ഒരു ഇച്ചിരി വലിപ്പമുള്ള ഒരു പേളും, ഇവിടെ 2 അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും മാത്രമാണ് ആ ചെറിയ സ്റ്റോണുകൾ വെച്ചിരിക്കുന്നത്. ഇതും നീളമുള്ള മാലയാണ്, നമുക്ക് കൂട്ടിയും കുറച്ചും ഇടാം. അതുപോലെ ഇതിന്റെ കമ്മൽ വന്നിരിക്കുന്നത് ഇച്ചിരി വലിപ്പമുള്ള പേളിന്റെ കമ്മലാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് അടുത്ത പാറ്റേൺ, ഇതില് ഈ പെൻഡന്റിന്റെ ഷേപ്പ് മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്, കണ്ടോ. പിന്നെ അത് തന്നെയല്ല, ഇതില് കമ്മല് സ്റ്റോൺ ആണ്. ഇത്ര നേരം കാണിച്ചതിലൊക്കെ മുത്തായിരുന്നു, ഇതില് സ്റ്റോൺ ആണ് കമ്മല് വന്നിരിക്കുന്നത്. ഇതിലും ഇങ്ങനെ ചെയിൻ, റോസ് ഗോൾഡിന്റെ ചെയിൻ വന്നിട്ട് ഇടയ്ക്ക് ഓരോ കല്ലുകളാണ് കേട്ടോ അതില് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പെൻഡന്റ് കണ്ടോ, ഫുള്ളും ഈ ഗോൾഡൻ കളറിലുള്ള വൈറ്റ് കളറിലുള്ള സ്റ്റോണും സെന്ററിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നതും 200 രൂപ. ഇനി ഇതിൽ വന്നിരിക്കുന്ന വേറൊരു പാറ്റേൺ എന്ന് പറയുന്നത് മാല എന്ന് പറയുന്നത്, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മാലയാണ്.
ഇത് ഗോൾഡൻ ചെയിനിൽ വന്നിരിക്കുന്ന മാലയാണ് കേട്ടോ. അപ്പൊ ഇതില് കണ്ടോ, ഇതിന്റെ ഈ ബോള്, ഇതിൽ വന്നിരിക്കുന്ന ഈ കല്ലുകള്, അതിന്റെ ഷേപ്പ് ഒരു വ്യത്യാസമുള്ളൊരു ഷേപ്പാണ്. അതുപോലെ സെന്ററിലേക്ക് വരുമ്പോ ഇങ്ങനെ അടുപ്പിച്ച് ഈ 6-7 കല്ലുകൾ ഒരുമിച്ച് ചെയിനിന്ന് മുകളിലേക്ക് വരുമ്പോ കുറച്ച് ഡിസ്റ്റൻസിൽ ഇങ്ങനെ മാലകൾ വന്നിരിക്കുകയാണ്. അത് ഞാൻ ഇട്ട് കാണിക്കാം. ഇങ്ങനെ വരും കണ്ടോ, നല്ല ഭംഗിയില്ലേ മാല. ആ കല്ലിന് ഒക്കെ ഒരു തിളക്കുണ്ട് കേട്ടോ. ആ കല്ലുകൾക്കൊക്കെ നമുക്ക് സാരി എടുത്തിട്ട് ഈ ഒരു മാല തന്നെ ഇട്ട് കൊണ്ടുപോകും. അതുപോലെ ചുരിദാർ ഇട്ട് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മാലയാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല, പക്ഷെ കണ്ടാൽ നല്ലൊരു ഭംഗിയുള്ളൊരു മാല. ഇതിന് ഒരുപാട് ഇറക്കുണ്ടാവില്ല, നമ്മളുടെ ബ്ലൗസിന്റെ നെക്ക് വരെയൊക്കെയാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ മാലയ്ക്ക് റേറ്റ് വരുന്നത് 100 രൂപ. ഇനി അങ്ങനെ തന്നെ ഗോൾഡന്റെ ചെയിനിൽ വരുന്ന വേറൊരു മാലയാണ് ഇതാ. അടുത്ത മാല കണ്ട. അടുത്ത മാലയില് ആദ്യം ഒരു പേളിന്റെ ഒരു മുത്ത്, പിന്നെ ഒരു ബ്ലൂ കളറിൽ കല്ല്, പിന്നത്തെ പേളിന് കുറച്ചുകൂടി വലിപ്പമുള്ളത്, പിന്നെ ഇതുപോലെ സ്റ്റോൺ, പിങ്ക്, ബേബി പിങ്ക് കളർ, ബ്ലൂ കളർ, താഴെ വേറൊരു സ്റ്റോൺ. കണ്ടോ, ഇത്രയ്ക്കും ഇങ്ങനെയാണ് ഇതില് പല സാധനങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഗോൾഡൻ കളർ ചെയിനാണ് ഇതും. അതേ നമ്മളുടെ ബ്ലൗസിന്റെ നെക്കൊക്കെ വരെ ഉണ്ടാവുള്ളൂ. വണ്ണുള്ള കഴുത്താണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കയറിയാണ് നിൽക്കുള്ളൂ. നല്ല ഭംഗിയാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ഇട്ടുകൊണ്ട് പോവാൻ ഉപയോഗിക്കാൻ പറ്റിയ മാല. ഈ മാലകളുടെ ഒക്കെ റേറ്റ് 100 രൂപയാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ വരുന്ന വേറൊരു മാല, അത് റോസ് ഗോൾഡിലാണ്. ഇതാ, റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന ഒരു മാലയാണ്. ഇതില് മുകളിൽ വന്നിരിക്കുന്ന 2 എണ്ണം പച്ച ഷെയ്ഡ്, പിന്നെ വേറൊരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്, പിന്നെ ഒരു റെഡിഷ് മെറൂൺ, പിന്നെ ഒരു ബ്ലൂ ആണ് ഇവിടെ സെന്ററിൽ വന്ന് കിടക്കുന്നത്. ഇത് നമ്മളുടെ ബ്ലൗസിന്റെ നെക്ക് വരെയൊക്കെ ലെങ്ത് വരുന്ന മാലയാണ്. ഇതിന്റെ റേറ്റും 100 രൂപ. ഇനി അങ്ങനത്തെ തന്നെ റോസ് ഗോൾഡിൽ വരുന്ന വേറൊരു മാലയാണ് ഇതാ. കണ്ടോ, ഇതില് ഈ കല്ലുകളുടെ ഒക്കെ ഷേപ്പിന് വ്യത്യാസമായി ഇതുപോലെയാണ് ഈ മാല വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 100 രൂപ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക്, കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന തരം മാലകളാണ്. വലിയവർക്കും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അടുത്തൊരു മാല എന്ന് പറയുന്നതും റോസ് ഗോൾഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മാലയാണ്. അതിന്റെ പാറ്റേൺ ഇതുപോലെയാണ്. ഇതില് സെന്ററിൽ വന്നിരിക്കുന്നതാണ് ഈ ബ്ലൂ കളർ ബീഡ്, പിന്നെ റെഡ്, പിന്നെ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്, പിന്നെ വൈറ്റ്, പിന്നെ ഈ സെയിം ഇത് തന്നെ, ഈ കളർ തന്നെ മുകളിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 100 രൂപ. ഈ മാല എന്ന് പറയുന്നത് ഇതാ, ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാല ഇപ്പോ യൂത്ത് കുട്ടികൾക്കെല്ലാം സിമ്പിൾ ആണ് അവർ ചോദിക്കുന്നത്. എല്ലാവർക്കും സിമ്പിൾ മതി, എത്ര സിമ്പിൾ ആവാൻ പറ്റുമോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ആ കാറ്റഗറിയിൽ വന്നൊരു മാലയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഞാൻ കാണിച്ചിട്ട് നല്ലപോലെ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മാലയായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഞാൻ പോയിപ്പോ അതിന്റെ 2-3 കളറുകളാണ് കിട്ടിയിട്ടുള്ളൂ. അത് ആ കിട്ടിയ കളറുകൾ ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് റോസ് ഗോൾഡിൽ വരുന്ന ഒരു ചെയിനാണ്. ചെയിനൊക്കെ വളരെ എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനാണ്. അതിന്റെ സെന്ററിലേക്ക് വരുമ്പോ സെന്ററിൽ ഇതുപോലെ ഒരു പെൻഡന്റ് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിന്റെ തന്നെ ചെറിയ 3 പെൻഡന്റ് ആണ് ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ഇതിന് കമ്മലൊന്നുമില്ല, മാല മാത്രമാണ്. ഇത് നമുക്ക് ഫുൾ ലെങ്ത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഇതിന്റെ ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇത്രയ്ക്ക് വരും. ഇത്രയ്ക്കൊക്കെ തന്നെ. നമ്മളുടെ വലിയവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലൗസിന്റെ നെക്ക് വരെയൊക്കെ തന്നെയാണ് കിട്ടുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ ഇത് കയറ്റിയിടാം, അതല്ലെങ്കിൽ ഇറക്കി എങ്ങനെ വേണമെങ്കിലും ഇടാം. കയറ്റിയിടുന്നതാണ് അതിന്റെ ഒരു ഭംഗി. അപ്പൊ ഇതുപോലെയാണ് അതിന്റെ വ്യൂ വരുന്നത്. ഇപ്പൊ ഇതിൽ കാണിച്ചത് ഒരു റോയൽ ബ്ലൂ കളറാണ്. ഇതിലത്തെ ഈ ബ്ലൂ എന്ന് പറയുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡാണ്. അപ്പൊ ഇനി ഇതിന്റെ തന്നെ വേറെ കളർ ചേഞ്ച് ഇതാ, ഇതിൽ നോക്ക്, ഞാൻ പാക്കറ്റിൽ നിന്ന് എടുക്കുന്നില്ല. ഒരു ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. കണ്ട, അപ്പൊ അങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280. നെക്സ്റ്റ് മാല വരുന്നതും റോസ് ഗോൾഡിൽ തന്നെ വരുന്ന ഒരു മാലയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല. ഇത് എന്താ, ചെയിന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനാണ്. എന്നിട്ട് ഈ താഴ്ഭാഗത്ത് മാത്രമാണ് അതിനൊരു ഹാങ്ങിങ് വർക്കുള്ളത്. അതായത് ഇതാ, ഒരു മിനിറ്റ്, ഇത് ഒരെണ്ണത്തിലാണ് ഇങ്ങനെ കല്ലുള്ളത് കേട്ടോ. ഒരെണ്ണം പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ 5 സ്റ്റോൺ ആണ് ഇവിടെ സെന്ററിൽ വന്നിരിക്കുന്നത്. അതിന്റെയാണ് 2 ഇത് ഞാണ്ട് ഹാങ് ചെയ്ത് കിടക്കുന്നത്.
അപ്പോ ഇതും അതെ, നമുക്ക് വലിയവർക്കായാലും ഇത് ഉപയോഗിക്കാം. നമ്മളുടെ ബ്ലൗസിന്റെ നെക്ക് വരെ ഇതിന് ലെങ്ത് ഉണ്ടാവും. ഇനി ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ്, റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 290. നെക്സ്റ്റ് കാണിക്കുന്നത് ഹെയർ ബാൻഡുകളാണ്. കുട്ടികൾക്ക് ഇട്ടുകൊണ്ട് പോവാനായിട്ട്, കോളേജിൽ പോകുന്ന കുട്ടികൾക്ക്, ജോലിക്ക് പോകുന്നവർക്ക്, സ്കൂളിൽ പോകുന്നവർക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ബാൻഡുകളാണ്. ഇതിൽ ഇത്രയും ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചിക്കു ഷെയ്ഡ്, ബ്രൗൺ ഷെയ്ഡ്, മെറൂൺ ഷെയ്ഡ്, പിങ്ക്, ബ്ലാക്ക്, നേവി ബ്ലൂ. അപ്പൊ ഇതിലെല്ലാം ഓരോന്നിലും ഓരോ ഉണ്ടകളാണ് ഇരിക്കുന്നത്. ഈ ഉണ്ടക്ക് നല്ലൊരു ഗ്ലിറ്ററിങ് ആണ്, കണ്ടോ? എല്ലാത്തിലും നല്ല ഭംഗിയുള്ള ബ്ലാക്കിൽ ഇങ്ങനെ, പിങ്കില്, മെറൂണില്, എല്ലാത്തിലുള്ള ആ മുകളിലുള്ള ആ ഉണ്ടക്ക് നല്ല ഗ്ലിറ്ററിങ് ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ എല്ലാം ഓരോ പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 30 രൂപ. കാണിക്കുന്നതും ഹെയർ ബാൻഡുകൾ തന്നെയാണ്. ഇത് ഒരു പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 2 എണ്ണാണ് വരുന്നത്, കണ്ടോ? 2 ലെയർ ഉണ്ട് ഇതില്. 2 എണ്ണത്തിലും ഇങ്ങനെ 5 മുത്ത് വീതമാണ് ഇതിൽ സെന്ററിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതും നമുക്ക് ഇതുപോലെ കൈമിട്ടിട്ട് ഇങ്ങനെ തിരിച്ചിടാം. മുകളിൽ വരുന്ന ഭാഗത്ത് ഈ പേളിന്റെ മുത്തുകളാണ് ഇങ്ങനെ ഇരിക്കുക. നല്ല ഭംഗിയുള്ള ബാൻഡാണ്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഇഴ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതില് ഇത്രയും കളേഴ്സ് ആണ്. ഒരു കാപ്പിപ്പൊടി കളർ, ബ്ലാക്ക്, പിന്നെ ഇതിങ്ങനെ ഒരു മൾട്ടി ഷെയ്ഡ്, വീണ്ടും ബ്ലാക്കും സിൽവറും കൂടിയത് ഒരു ചിക്കു ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഒരു പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 25 രൂപ. ഇത് കാണിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്കും ഒക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുന്ന ബാൻഡുകളാണ്. ഇതിലിങ്ങനെ പല പല ഡിസൈനാണ്. ഇത് കണ്ടോ? ഇതിന്റെ ഷേപ്പ് ഇതുപോലെ, അടുത്തതിൽ എന്താ താറാവോ, അങ്ങനെ അങ്ങനെ പല പല ഡിസൈനുകളാണ് കേട്ടോ ഇതിൽ ഓരോന്നിലും വന്നിരിക്കുന്നത്. ഇത്രയും ഷെയ്ഡുകളാണ് ഉള്ളത്. ഗ്രീൻ കളർ, പിങ്ക്, ഒരു റസ്റ്റ് കളറ്, പൗഡർ ബ്ലൂ, യെല്ലോ, അങ്ങനെ ഇത്രയും ഷെയ്ഡുകളിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇട്ട് കൊടുത്തയക്കാനായിട്ട് പറ്റിയതാണ്. ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് 20 രൂപ. ഇനി ഈ കാണിച്ച ഫാൻസി ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.